നമസ്കാരം. ഓഡു ട്യൂട്ടോറിയലിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്ന ടോപ്പിക്ക് ഇത് ഓഡു ബിഗിനേഴ്സിനുള്ളതാണ്. നമ്മൾ നോർമൽ ഡെലിവറി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ GRM ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റെപ്പ് ഉണ്ടാവുള്ളൂ. ഡെലിവറി ചെയ്യുമ്പോൾ നമുക്ക് ഡെലിവറി മാത്രം സ്റ്റെപ്പ് ഉള്ളൂ. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, 2 സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. 3 സ്റ്റെപ്പ് ഡെലിവറി, പിക്ക്, പാക്ക്, ഡെലിവറി അല്ലെങ്കിൽ പിക്ക് ഡെലിവറി, അങ്ങനെ 2 സ്റ്റെപ്പ്. അതുപോലെ GRLിലും നമുക്ക് 2 സ്റ്റെപ്പും 3 സ്റ്റെപ്പും ചെയ്യാൻ പറ്റും. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനാദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻവെന്ററി മോഡ്യൂളിൽ കോൺഫിഗറേഷനിൽ വെയർഹൗസ്, എൻ്റെ ഏതാണ് വെയർഹൗസ് അത് ഓപ്പൺ ചെയ്യുന്നു. അതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇൻകമിങ് ഇത് GRൻ്റെ ആണ്. ഇപ്പോൾ നോർമലി 1 സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് വേണമെങ്കിൽ റിസീവ് ആൻഡ് ദെൻ സ്റ്റോർ. പിന്നെ 3rd സ്റ്റെപ്പ് റിസീവ്, ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സ്റ്റോർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന് ക്വാളിറ്റി കൺട്രോൾ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇപ്പം ഡെലിവറിയിൽ നോർമലി നമ്മൾ ഡെലിവറി 1 സ്റ്റെപ്പാണ് ചെയ്തേക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, പിക്കും ഡെലിവറിയും വേണമെങ്കിൽ ചെയ്യാം. ഇനി പിക്ക്, പാക്ക് ആൻഡ് ഡെലിവറി അങ്ങനെ ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ 3 സ്റ്റെപ്പാണ് കൊടുക്കുന്നത്. അതുപോലെ മാനുഫാക്ചറിൽ നിങ്ങൾക്ക് സെറ്റിങ്സ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാൻ എന്ത് സേവ് ചെയ്യുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് സെയിൽസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ കൊട്ടേഷൻ കൊടുത്തു. ജസ്റ്റ് ഞാൻ കസ്റ്റമർ 1 എന്ന് കൊടുത്തു. അതിനുശേഷം എൻ്റെ പ്രൊഡക്റ്റ് 1 2 3 പറയുന്ന പ്രൊഡക്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, 2 ക്വാണ്ടിറ്റി 10 BD കൊടുക്കുന്നു. ഞാൻ ടാക്സ് ഈസി പർപ്പസിന് വേണ്ടിയിട്ട് ഒഴിവാക്കുന്നു. കൺഫേം ചെയ്തു. അതിനുശേഷം ഞാൻ ഡെലിവറി ക്ലിക്ക് ചെയ്യുന്നു. ഡെലിവറിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് പ്രൊഡക്റ്റ് റിസർവ് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ വാലിഡേറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നെക്സ്റ്റ് ട്രാൻസ്ഫർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. ഇപ്പം എന്ത് ചെയ്യും, നമ്മൾ പിക്കിന്റെ സെക്ഷനാണ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം എന്ത് ചെയ്യാം, നെക്സ്റ്റ് ട്രാൻസ്ഫർ എന്നുള്ള ഞാൻ സെയിൽസ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം എന്തോ നേരത്തെ ഒരു ഡെലിവറി ആയിരുന്നു, ഇപ്പോൾ 2 ഡെലിവറി വന്നു. അപ്പം എന്ത് ചെയ്തു, പാക്കിങ്ങിന്റെ സെക്ഷനിലോട്ട് പോയി. അപ്പോൾ പാക്കിംഗ് ഓപ്പൺ ചെയ്ത് അവരെന്ത് ചെയ്യാം, അവർക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം, വാലിഡേറ്റ് ചെയ്യാം. അതേപോലെ വാലിഡേറ്റ് ചെയ്ത് നെക്സ്റ്റ് ട്രാൻസ്ഫർ വീണ്ടും കാണിക്കും. അപ്പം എന്ത് ചെയ്യാം, നെക്സ്റ്റ് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇപ്പോഴാണ് ഔട്ട് പോകുന്നത്. എന്ത് ചെയ്യും, വാലിഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ടായി. ഓക്കെ, ഇപ്പം നമ്മൾ സ്റ്റോക്കിൽ നിന്ന് ഔട്ടാവും ചെയ്തു. അതേപോലെ തന്നെയാണ് നമുക്ക് GRM ചെയ്യുമ്പോഴും. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യുമ്പോൾ ന്യൂ കൊടുക്കുന്നു. ഞാനൊരു സപ്ലയറിനെ സെലക്ട് ചെയ്യുന്നു. 1 2 3 പറയുന്ന പ്രൊഡക്റ്റ് തന്നെ കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ കൺഫേം ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, റിസീപ്റ്റ് കൊടുക്കുന്നു. ഇപ്പം എന്ത് ചെയ്യും, ഞാൻ 3 സ്റ്റെപ്പാണ് കൊടുത്ത് വാലിഡേറ്റ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, നെക്സ്റ്റ് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത ക്വാളിറ്റി കൺട്രോളിലെ സ്റ്റേജിലോട്ട് പോകുന്നു. വാലിഡേറ്റ് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ സ്റ്റോക്കിലോട്ട് വരും ചെയ്യും. വാലിഡേറ്റ് കൊടുക്കുന്നു. എന്ത് ചെയ്യാം, നെക്സ്റ്റ് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോഴാണ് ഫൈനൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്റ്റോക്കിലോട്ട് പ്രൊഡക്റ്റ് കയറുന്നു, സ്റ്റോക്ക്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് പിക്ക് പാക്ക്. അത് നമുക്ക് എന്ത് ചെയ്യാം, 2 സ്റ്റെപ്പ് ചെയ്യാം, 3 സ്റ്റെപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ സ്റ്റെപ്പ്. ഓക്കെ, അത് ഓരോ ബിസിനസ് സെനാരിയോ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്